രാത്രി ഞങ്ങളോട് സംസാരിക്കും. ഈ നാലാമത്തെ രാത്രിയിലും സ്വർഗം ചായച്ച് ഞങ്ങളുടെ മധ്യയെ ഉള്ളതിനായി ആത്മാവിന്റെ രാത്രി ഞങ്ങളുടെ നടുവിലൂടെ നടക്കുന്നതിനായി ഒരു മഞ്ഞുപോലെ കാറ്റുപോലെ രാത്രി ആത്മസാന്നിധ്യത്തിന്റെ ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങളോട് തുറന്നും സംസാരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ ഗ്രൂപ്പ് പ്രത്യേകം ഞാൻ വന്ദനം ചെയ്യും. ഒത്തിരി സന്തോഷം. ആത്മാവ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുക. ഈ ആരാധന എങ്ങനെ നമ്മൾ വിട്ടാല് ആരാധിച്ച് തന്നെ നമുക്ക് ആശീർവാദം പറയാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ സമയത്തെ ഭയപ്പെടുന്നു എങ്കിലും ആത്മാവിനെ കീഴ്പ്പെടുകയാണ്. നിയന്ത്രണം മുഴുവൻ പരിശുദ്ധാത്മാവിന് കൊടുക്കണം. വലിയൊരു ഉണർവ് ദൈവം അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ ഉണർവിൽ നമ്മളെല്ലാം ദൈവം ഒരു റോളാക്കും. അവിടെ ശക്തമായി എത്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമുക്ക് അല്പനിമിഷം ധ്യാനിക്കേണ്ടത് പരിതൃപ്തിയ രണ്ടാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 8, 9, 10 വാക്യമാണ്. ഒന്നിച്ച് ശബ്ദമുയർത്തി നമുക്ക് എല്ലാവർക്കും ആ വാക്യം ചേർത്ത് വായിച്ചിട്ട് ആ വാക്യത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കണം. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തിരിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. നല്ല വചനത്തിനായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞു. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതെന്ന് പറഞ്ഞേ, ആവസിക്കേണ്ടത്. ഈ 7 ദിവസത്തോട് ഉപവാസ പ്രാർത്ഥന വെച്ചത് മറ്റൊന്നിനുമല്ല, ക്രിസ്തുവിന്റെ ശക്തി നമ്മുടെ അകത്തൊന്ന് ആവസിക്കാം. ഞാൻ ഈ രാത്രിയിൽ ഈ പുൾപിറ്റിൽ മൈക്കുമായിട്ട് നിൽക്കുന്നത് പ്രസംഗിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ മാത്രമല്ല, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ അകത്തൊന്ന് ആവസിക്കാം. ക്രിസ്തുവിന്റെ ശക്തി അകത്ത് താമസിക്കാൻ പൗലോസ് എന്താ ചെയ്തത്? ബലഹീനതകളില് അതിസന്തോഷത്തോടെ പ്രശംസിച്ചു. പുറപുറപ്പോടെയല്ല, പരപ്രേരണയോടല്ല, പാതി മനസ്സോടെയല്ല, തന്റെ ബലഹീനതയിൽ എന്ത് ചെയ്തു? താൻ അതിസന്തോഷത്തോടെ പ്രശംസിച്ചു. അപ്പൊ ഈ വാക്യത്തെ ഞാൻ ഒന്ന് അല്പമായിട്ട് വിശദീകരിക്കാനാണ് കർത്താവിന് ശരണപ്പെടുന്നത്. നമുക്ക് ഏവർക്കും വളരെ പരിചിതമായ, അല്ല സുപരിചിതമായ ഒരു വാക്യമാണ്. നമ്മുടെ വീടിന്റെ കട്ടിളപ്പടിയിലും കുറുപടിമയിലും വണ്ടിക്കകത്തും പുറത്തുമൊക്കെ നമ്മള് എഴുതി ഒട്ടിക്കാൻ ഇഷ്ടപ്പെടുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗം ഇതിനകത്തുണ്ട്. എന്റെ കൃപ നിനക്ക്
വിഭാഗ്യതയില്ലാതെ ഈശ്വര വിശ്വാസം ഉള്ളിൽ തുടികൊട്ടുന്ന സകല മനുഷ്യനും ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമാണ് എൻ്റെ കൃപ നിനക്ക്. അക്രൈസ്തവന്റെ ഒരു വാഹനം വിളിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൺവെൻഷൻ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ വാഹനത്തിനകത്ത് ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് തന്നെ ഈ ഒരു വാക്യം എഴുതി ഒട്ടിച്ചു വെച്ചേക്കുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വചനമാണ് എൻ്റെ കൃപ നിനക്ക് മതി. 3 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ആ 3 വാക്യത്തെ 3 ഭാഗമായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ഭാഗം 8-ാം വാക്യം, രണ്ടാമത്തെ ഭാഗം 9-ാമത്തെ വാക്യം, മൂന്നാമത്തെ ഭാഗം 10-ാമത്തെ വാക്യം. ഈ 3 വാക്യത്തെ 3ആയിട്ട് ദൈവാത്മാവിന്റെ ധ്യാനമുറയിൽ എനിക്ക് തിരിച്ചു തരുവാനിടയായി. ഈ 3 വാക്യത്തെ 3 പിരിവുകളാക്കിയാൽ ഒന്നാമത്തെ പിരിവ് 8-ാമത്തെ വാക്യം എന്താണ്? പൗലോസിന്റെ പ്രാർത്ഥനയാണ്. വെറും പ്രാർത്ഥനയല്ല, ഒരു വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ പിരിവ് 9-ാമത്തെ വാക്യമാണ്. ആ പിരിവ് എന്താണ്? തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത മറുപടി. മൂന്നാമത്തെ പിരിവ് 10-ാമത്തെ വാക്യമാണ്. ലഭിച്ച മറുപടിയുടെ മുൻപാകെയുള്ള പൗലോസിന്റെ പ്രതികരണം. അപ്പൊ ഈ 3 വാക്യത്തെ 3 ഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. 1 പ്രാർത്ഥന, 2 മറുപടി, 3 പ്രതികരണം. ഇതെല്ലാം വിശദീകരിക്കാൻ നമുക്ക് രാത്രി സമയമില്ല, ഒഴിച്ചു പറയാം. പ്രാർത്ഥന, പിന്നെ മറുപടി, പിന്നെ പ്രതികരണം. എന്താണ് പൗലോസിന്റെ പ്രാർത്ഥന? 8-ാമത്തെ വാക്യം പൗലോസിന്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. എന്താണ് തന്റെ പ്രാർത്ഥന? അതെന്നെ വിട്ട് നീങ്ങണം. ഏതോ ഒരു വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടി പൗലോസ് തന്റെ കൂടാരത്തിൽ മുട്ടുകൊത്തി 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിക്കുക. 8-ാമത്തെ വാക്യം പൗലോസിന്റെ പ്രാർത്ഥനയാണെങ്കിൽ എന്റെ ചോദ്യം, എന്താണ് തന്റെ പ്രാർത്ഥനാ വിഷയം? എന്താ തന്റെ പ്രാർത്ഥനാ വിഷയം? നമുക്കൊക്കെ ഒരുപാട് പ്രാർത്ഥനാ വിഷയമുണ്ടല്ലേ? കൂടാരത്തിൽ മുട്ടുകുത്തി ഇടനെഞ്ചു പൊട്ടി കരമുയർത്തി 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിക്കുക. 8-ാമത് വാക്യം ഒരു വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടിയുള്ള പൗലോസിന്റെ പ്രാർത്ഥനയാണെങ്കിൽ എന്റെ ചോദ്യം, എന്താണ് തന്റെ പ്രാർത്ഥനാ വിഷയം? എന്താ തന്റെ പ്രയർ റിക്വസ്റ്റ്? നമുക്കൊക്കെ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലേ? പ്രാർത്ഥനാ വിഷയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈമുക്കുക. ആരുമില്ല. പ്രാർത്ഥനാ വിഷയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിയുമ്പോൾ എന്നെ ഒന്ന് കാണണം, ഞാൻ പ്രാർത്ഥിക്കാം, പ്രാർത്ഥനാ വിഷയം ഉണ്ടാകാൻ വേണ്ടി. ഇവിടെ പ്രാർത്ഥനാ വിഷയമില്ലാത്ത ആരും ഇല്ലെന്ന് എന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞത്. നമ്മുടെ പ്രാർത്ഥനാ വിഷയം ഒരു പാവിരിച്ച് അങ്ങോട്ട് നിരത്തി വെച്ചാൽ ദൈവം പോലും ഞെട്ടിപ്പോകുന്ന അദ്ദേഹം, ദൈവത്തെ പോലും ഞെട്ടിപ്പിക്കുന്ന പ്രാർത്ഥനാ വിഷയം പലപ്പോഴും നമുക്ക് ശരിയാ. 10 വർഷം മുമ്പ് ഞങ്ങള് ഒരു 12 പേര് കൂടി ഓൺലൈനിൽ ഇടയ്ക്ക് ഞങ്ങൾ ഇരിക്കാറുണ്ട്. കൂടി 5-8 പേര് 10-12 പേര് ഓരോരുത്തരുടെ വിഷയം പറയും. ആ വിഷയം ഞങ്ങളെ വെളിപ്പാട് കണ്ട് രാത്രി മുഴുവൻ എന്ത് ചെയ്യും? റൗണ്ട് ചെയ്ത് ഓരോരുത്തരുടെ വിഷയം പ്രാർത്ഥിക്കും. അക്കൂടെ ഒരു 20-21 വയസ്സുള്ള യൗവനക്കാരനുണ്ടായിരുന്നു. ഇവിടെ പോയി പഠിച്ചുകൊണ്ടിരിക്കുക, പഠിച്ചു തീരാറായി. രാത്രി 1:30 മണിയായപ്പോൾ അദ്ദേഹത്തിന്റെ ഊഴം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ വിഷയം പറയാൻ പറഞ്ഞു. പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, എല്ലാവരും വന്ദനമൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, എനിക്കൊരു വിഷയമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം. വിഷയം കേൾക്കാൻ ഞങ്ങൾ ആകാംക്ഷയോടിരിക്കുക. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം, പോരാടി പ്രാർത്ഥിക്കണം. അതിലേക്ക് കിട്ടിയേ പറ്റൂ. അതിന്റെ അഭിമാനത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഞങ്ങൾ പറഞ്ഞു വിഷയം പറഞ്ഞാട്ടെ. അപ്പൊ അദ്ദേഹം വിഷയം പറഞ്ഞു, എനിക്കൊരു ഹെലികോപ്റ്റർ വേണം. അതാ ഞാൻ പറഞ്ഞ ദൈവം പോലെ ഞെട്ടിപ്പോകുന്ന വിഷയം. നമുക്ക് പാതിരാത്രി 1:30 ഒരു യൗവനക്കാരന്റെ വിഷയമാണ്. എന്ത് വേണം? വല്ലാതെ കേട്ട് ഞെട്ടിപ്പോയി. കുറച്ച് പ്രായമുള്ള അച്ചായന്മാരൊക്കെ എങ്ങോട്ട്. അപ്പൊ അതിന് പ്രായമുള്ള അച്ഛൻ ചോദിച്ചു, എന്താണാവോ ഹെലികോപ്റ്ററിന്റെ ഉദ്ദേശം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകാൻ ഉണ്ടോ? ശുശ്രൂഷയ്ക്ക് പോകാൻ റാന്നിയുടെ കോഴഞ്ചേരി പോകാൻ, അവിടെ നിന്ന് തിരിച്ച് കോട്ടയം വഴി മണിമല വഴി തിരിച്ച് വീണ്ടും റാന്നി വരാൻ എന്ത് വേണം? ഞങ്ങൾ രാത്രി അങ്ങ് അമ്പരന്നിരിക്കുക. പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ആ അച്ഛൻ പറഞ്ഞു, എടാ മോനെ, ഞങ്ങൾക്കൊക്കെ ഓരോ വണ്ടി കിട്ടിയിട്ട് 4-5 മാസം ആയതേ ഉള്ളൂ. ശരിയാ.
ഈ തിരുവനന്തപുരത്ത് തൃശ്ശൂരൊക്കെ യോഗത്തിൽ പ്രസംഗിച്ചിട്ട് എത്രയോ രാത്രികളില് ഈ ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡിൽ കൊതുകുമായിട്ട് രക്തബന്ധത്തിൽ ഏർപ്പെട്ടുണ്ടെന്നറിയാമോ? അവിടെയുള്ള സകല കൊതുകത്തെ നമ്മുടെ ടേസ്റ്റ് ചോരക ടേസ്റ്റ്. പദ്ധതികളുടെ പിതാവ് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരു പാട്ട കാറ് കിട്ടിയത്, ഒരു ചെറിയ ബൈക്ക് കിട്ടിയത്. വൈദ്യുതി പഠിച്ച് കഴിയാറായ നിനക്ക് നാളെ ശുശ്രൂഷയ്ക്ക് പോകാൻ ഹെലികോപ്റ്റർ വേണമെന്ന് പറഞ്ഞാൽ ഇത് എവിടുത്തെ നയവാ? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇതാ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസമില്ല. 21-കാരൻ 70-കാരനെ വിശ്വാസം പഠിക്കുക. നിങ്ങൾക്ക് എന്തില്ല? ബെന്നിഹിനും റോജറോഷ്മിക്കും ഒക്കെ എന്തുണ്ട്? ഹെലികോപ്റ്റർ ഉണ്ട്. ഒരു കാര്യം ശരി, അവരുടെ പുസ്തകം വായിച്ചിട്ടായി പിള്ളേരെല്ലാം കിടന്നിടകുന്നത്. യഹോവയുടെ പുസ്തകത്തിൽ അതൊന്നുമില്ല. ഞാനൊരു കാര്യം പറയാം, നമുക്കെന്ത് ഏത് സമയത്ത് വേണമെന്ന് ദൈവത്തിനറിയാം. ആ സമയത്ത് നമ്മുടെ കരത്തിലെത്തിക്കാൻ ദൈവം മതിയായവനാണ്. ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടരുത്, ഒന്നിനെ കുറിച്ച് ആവലാതിപ്പെടരുത്, ഒന്നിനെ കുറിച്ച് പരിഭവപ്പെടരുത്. ദൈവത്തിന്റെ പൈതലേ, നിനക്ക് എന്ത് ഏത് സമയം വേണമെന്ന് നിന്റെ ദൈവത്തിന് അറിയാം. അത് തക്ക സമയത്ത് നിന്റെ കരത്തിൽ തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന അനുഭവമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാൽ അവിടെ പ്രവചന ദൂതന്റെ അകത്ത് പടയുക. 2025 കഴിയാറായി കേട്ടോ. 2026 നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ നീ സ്വപ്നം കാണാത്തൊരു മറുപടി നിനക്ക് വേണ്ടി വെളിപ്പെടും. ഈ ദൂതനോടാണ് വിശ്വസിക്കുന്ന എത്ര ദൈവങ്ങൾ ഇതിനകത്തുണ്ട്. ഇടതഞ്ഞു പൊട്ടി വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടി രാത്രിയെ കണ്ണീരുകൊണ്ട് പകലാക്കി കിടക്കാൻ നനയ്ക്കുന്ന ദൈവവൈതലേ, വചനത്തിലൂടെ ആത്മാവ് ഇന്ന് രാത്രി നിന്നോട് ഇടപെടുന്നത് നിന്റെ പ്രാർത്ഥനാ വിഷയം എന്തു തന്നെയാണെങ്കിലും നീ സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു പുത്തൻ മറുപടി നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ വെളിപ്പെടുത്തി നിന്റെ തല ഉയർത്തുവാൻ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അത് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആലയത്തിന്റെ അകത്തുണ്ടെങ്കിൽ കരമം നല്ലിച്ച് ആത്മാവിലേക്ക് ബലപ്പെട്ടത്. സംശയിക്കേണ്ട സഹോദരി, നിന്നോട് തന്നെയാ, നിന്നോട് തന്നെയാ. സംശയിക്കേണ്ട പോലെ നിന്നോടാണ്. സംശയിക്കേണ്ട അഭിഷേകനെ അമ്മയോടാണ്. നാളുകളായി നീ തകർന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തില് നീ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തൊരു മറുപടി, നീ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു മറുപടി നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി നിന്നെ മാനിക്കാൻ ദൈവത്തിന്റെ കാര്യം എന്ന് രാത്രി നിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കേട്ടാല് ദൈവം കൂടി ഞെട്ടിപ്പോ. അപ്പൊ 8ാമത്തെ വാക്യം ഒരു വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടിയുള്ള പൗലോസിന്റെ പ്രാർത്ഥനയാണെങ്കിൽ എന്താണ് തന്റെ പ്രാർത്ഥനാ വിഷയം? ഹെലികോപ്റ്ററാണോ? അല്ല. വീടിന്റെ വാർപ്പാണോ? അല്ല. ലോണോ കടമോ ജപ്തിയാണോ? അല്ല. കുഞ്ഞിന്റെ വിവാഹമാണോ? അല്ല. അതൊന്നും പ്രാർത്ഥിക്കരുതെന്നല്ല. പ്രാർത്ഥിച്ചു കഴിക്കൂ. പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയം എന്താ? ഇപ്പറഞ്ഞതൊന്നുമല്ല. പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയം ആ 8ാമത്തെ വാക്യത്തിന്റെ ആരംഭത്തിൽ തന്നെ ഉണ്ട്. അത് എന്നെ വിട്ട് നീങ്ങണം. എല്ലാരും ഒന്ന് പറഞ്ഞേ, ചിലർക്ക് പറ. ഇന്ന് രാത്രി ഒരു ദൈവശക്തി ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് വ്യക്തമായി ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയുന്ന ദൈവം ദൈവത്തെ സ്തുതിച്ചോണ്ട് ഒരു മഹത്വം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നിൽക്കുക കേട്ടോ. ആ മഹത്വം ഇന്ന് രാത്രി ഇവിടുന്ന് പോകരുത് കേട്ടോ. ആ മഹത്വം ഇവിടെ ഈ ആലയം വിട്ട് പോകരുത്. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന മഹത്വം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. തന്റെ പ്രാർത്ഥന 8ാമത്തെ വാക്യം ഒരു വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടിയുള്ള പൗലോസിന്റെ പ്രാർത്ഥനയാണെങ്കിൽ എന്താണ് തന്റെ പ്രാർത്ഥനാ വിഷയം? എന്താണ് തന്റെ പ്രയോറി ക്വസ്റ്റ്യൻ? 8ാമത്തെ വാക്യം, അത് എന്നെ വിട്ട്. പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയം എന്താ? അത് എന്നെ വിട്ട്.
ഏതോ ഒന്നിലേക്ക് വിരൽ ചൂണ്ടി ചങ്ക് തകർത്ത് കണ്ണുനീരോടെ കൂടാരത്തിന്റെ ഉള്ളിൽ പ്രാണവേദനയിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുക. അതെന്നെ വിട്ടുമാറണം, അതെനിക്ക് സഹിക്കാൻ വയ്യ, അതെനിക്ക് വഹിക്കാൻ വയ്യ, അത് വെച്ചോണ്ട് എനിക്ക് ഓടാൻ വയ്യ. അതുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതിന്റെ പരമാവധി പ്രാർത്ഥിച്ചു, ശുശ്രൂഷിക്കാവുന്നതിന്റെ പരമാവധി ശുശ്രൂഷിച്ചു. ഇനി വയ്യ, അതെന്നെ വിട്ടു നീങ്ങണം. ആമേൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് പൗലോസിനെ ഞെരുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം, എന്തോ ഒന്ന് തന്നെ ഞെരുക്കുന്നുണ്ട്. തന്റെ വെളിപ്പാടിനെയല്ല, തന്റെ ശുശ്രൂഷയല്ല, തന്റെ ആത്മാവിനെയല്ല, പിന്നെ വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ലാത്ത 6 അടി മണ്ണിൽ നീറി ഒടുങ്ങാൻ അവശേഷിക്കുന്ന തന്റെ ഭൗതിക ശരീരത്തെ എന്തോ ഞെരുക്കിക്കൊണ്ടിരിക്കുക. സാധാരണ ഞെരുക്കല്ല, അസാധാരണ ഞെരുക്കാം എന്ന് പറഞ്ഞാൽ വിത്തിനെ കട്ട ഞെരുക്കുന്നത് പോലെ, മുള്ളിന് താമരയെ മുള്ളി ഞെരുക്കുന്നത് പോലെ ഭക്തനായ പൗലോസിന്റെ ശരീരത്തെ എന്തോ ഞെരുക്കിക്കൊണ്ടിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ, ദമസ്കസിന്റെ പടിക്കലും യൂദായുടെ പ്രാർത്ഥനാ മുറിയിലും അറേബ്യൻ മരുഭൂമിയിലും താൻ പ്രാപിച്ച ക്രിസ്തു ദർശനം ഒരു തീപ്പന്തം പോലെ അകത്ത് എരിയുകയാണ്. അകത്ത് പന്തം പോലെ എരിയുന്ന ദർശനത്തിനനുസരിച്ച് വർദ്ധിത വീര്യത്തോടെ ദൈവത്തിന് വേണ്ടി മുന്നേറാൻ കഴിയാതെ എന്തോ തന്നെ ഞെരുക്കുക. അതാണ് പുള്ളി പറയുന്നത്, ആത്മാവ് ഒരുക്കമുള്ളതാണ്, ജഡം എന്താ? ബലഹീനമാ. ഈ 4ാമത്തെ രാത്രി നിന്റെ ഹൃദയത്തിലെ താല്പര്യത്തിനനുസരിച്ച് ദൈവത്തിന് വേണ്ടി മുന്നേറുവാൻ കഴിയാതെ നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് എനിക്കറിയത്തില്ല, ബഹുമാനപ്പെട്ട പാസ്റ്റർക്ക് അറിയത്തില്ല, നിന്റെ അടുത്തിരിക്കുന്ന ആർക്കറിയത്തില്ല. ആ വിഷയം എന്താണെന്ന് നിനക്കറിയാം. ആ വിഷയം എന്ത് തന്നെയാണെങ്കിലും, അതേത് കടൽക്കെട്ട് വീണതാണെങ്കിലും, അതേത് വള്ളിക്കെട്ട് വീണാണെങ്കിലും, അതേത് പർവ്വത സമാനമായതാണെങ്കിലും, ഇന്ന് രാത്രി ആ വിഷയത്തെ നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ ഇറക്കി വെച്ച് സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി യോഗം ആശീർവാദം പറയുന്നത് നേരമായി ആ വിഷയത്തിന്റെ മേൽ ഒരു ദൈവശക്തി ഇറങ്ങും. ആരാധിച്ച് മുന്നേറാൻ കഴിയാതെ, പ്രാർത്ഥിച്ച് മുന്നേറാൻ കഴിയാതെ, ദൈവകൃപാ സംബന്ധമായ വിഷയത്തിൽ മുന്നേറാൻ കഴിയാതെ, ശുശ്രൂഷ വിഷയത്തിൽ മുന്നേറാൻ കഴിയാതെ, ഹൃദയത്തിലെ താല്പര്യത്തിനനുസരിച്ച് ദൈവത്തിന് വേണ്ടി മുന്നേറാൻ കഴിയാതെ ദീർഘനാളുകളായി നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താ? പ്രായപ്പെടേണ്ട നിന്റെ വീണ്ടെടുപ്പുകാരന്റെ മുമ്പിലേക്ക് ഇന്ന് രാത്രി ആ വിഷയത്തെ ഇറക്കി വെച്ച് സ്വന്തം കഴിയാണ്. അതിന്റെ പേരിൽ ദൈവശക്തി ഇറങ്ങും. അത് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിന്നെ ഞെരുക്കുന്ന വിഷയത്തെ ദൈവശക്തി ഇറങ്ങുമോ? നന്നായി അടിച്ചാപ്പാട് നിലപ്പെടുമോ? നിന്നെ ഞെരുക്കുന്ന വിഷയത്തെ ദൈവശക്തി ഇറങ്ങുമോ? നിന്റെ സ്വസ്ഥത വെളുത്തുന്ന വിഷയത്തിൽ ദൈവശക്തി ഇറങ്ങുന്നു. നിന്റെ ഭയപ്പെടുത്തുന്ന വിഷയത്തിൽ ദൈവശക്തി ഇറങ്ങുന്നു. നിന്റെ ഭാവി മേഖലയിൽ ദൈവശക്തി ഇറങ്ങുന്നു. നിന്റെ ശുശ്രൂഷയിൽ ദൈവശക്തി ഇറങ്ങുന്നു. നിന്റെ ഊട്ടം കെടുത്തുന്ന വിഷയത്തിൽ ദൈവശക്തി ഇറങ്ങുന്നു. ദൈവശക്തി
മടിക്കണ്ട 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 മടിക്കണ്ട. ആത്മാവിൽ മുന്നേറാൻ കഴിയാതെ എന്നെ ഞെരിക്കുന്ന വിഷയം എന്താ? ജലത്തിലെ പോരാണോ? രോഗമാണോ? തലമുറയെക്കുറിച്ചുള്ള ഭാവിയാണോ? രക്ഷപ്പെടുവാൻ കഴിയാത്ത പ്രവർത്തനയാണോ? ശത്രു ഭയമാണോ? എന്ത് തന്നെയാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ എന്ന് രാത്രി ഇറക്കി വെച്ച് അതിനെ നോക്കി ആത്മാവിൽ ഭയപ്പെട്. അതിന്റെ മേൽ ഒരു ദൈവശക്തി ഇറങ്ങുക. ചില രോഗങ്ങളുടെ ദൈവശക്തി ഇറങ്ങുന്നതില്ല. ആരോഗ്യ വിഷയത്തിലുള്ള ദൈവശക്തി ഇറങ്ങുന്നതില്ല. ഉത്തരം കിട്ടാത്ത ചില പ്രതിസന്ധികളുടെ ദൈവശക്തി ഇറങ്ങുന്നതില്ല. ചില നിയമ കുരുക്കുകളുടെ ദൈവശക്തി ഇറങ്ങുന്നതില്ല. ഇന്ന് രാത്രി നമ്മെ ഞെരുക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവശക്തി ഇറങ്ങും. അതെന്താണെങ്കിലും അതിനുമേൽ ദൈവശക്തി ഇറങ്ങുമെന്നല്ല, ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നീ മടങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ അത് അറിയാൻ പറ്റും. നാളെ പ്രഭാതത്തിലെ ഫോൺ കോളുകൾ അറിയാൻ പറ്റും. നിന്റെ ജോലി മേഖലകൾ അറിയാൻ പറ്റും. അടുത്ത നിന്റെ ശുശ്രൂഷ വേദികൾ അറിയാൻ പറ്റും. ഇതിനൊക്കെ വേണ്ടി ദൈവശക്തി ഇറങ്ങുന്നുണ്ട്. ആത്മാവ് ദൂരെ മാറുക. കൈയടിക്കാൻ മാത്രമല്ല, ആരാധിക്കാൻ മാത്രമല്ല, അന്യഭാഷ പറയാൻ മാത്രമല്ല, പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ഇന്ന് രാത്രി ദൈവശക്തി ഇറങ്ങുന്നത്. ഇന്നലെ വരെ നിന്നെ പരാജയപ്പെടുത്ത വിഷയത്തെ, ഇന്നലെ വരെ നിന്നെ ഉറക്കം കെടുത്തിയ വിഷയത്തെ, ഇന്നലെ വരെ നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ വിഷയത്തെ ജയിക്കേണ്ടതിന് ഇന്ന് രാത്രി ഒരു ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുക. ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുക. ഇന്നലെ നിന്നെ പരാജയപ്പെടുത്തിയ, ഇന്നലെ നിന്നെ ജയിക്കിയ വിഷയത്തിൽ നിനക്കൊരു ജയം. എന്ന് പറഞ്ഞാൽ നമ്മെ ഞെരുക്കുന്ന വിഷയത്തെ അതിന്റെ മേൽ ദൈവശക്തി ഇറങ്ങിയാൽ പിന്നെ ആ വിഷയം നമ്മളെ കാണത്തില്ല. എന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റിൽ മലയാണ്, ചെമ്പമ്പുടി മല എന്നാണ് അതിന്റെ പേര്. പൊക്കം കൊണ്ട് ഭയങ്കര ഒരു പർവ്വതമാണ്. ഞാൻ രാത്രി മുറ്റത്ത് നിൽക്കുമ്പോൾ ആ മലയുടെ മുകളിലെ വെട്ടം കാണാം, വീടുകളുടെ വെട്ടം കാണാം. സന്ധ്യാസമയത്ത് ആ മല നന്നായി കാണാം. പക്ഷെ പിറ്റേ പ്രഭാതം ഞാൻ എഴുന്നേറ്റപ്പോൾ രാത്രി കണ്ട മല അവിടെ ഇല്ല. എങ്ങോട്ട് പോയി? ആരും പൊട്ടിച്ചു മാറ്റിയില്ല. രാത്രി പെയ്ത മഞ്ഞ് ആ മലയെ മൂടിക്കളഞ്ഞു. പിന്നെ മലയുടെ സ്ഥാനത്ത് കാണുന്നത് മഞ്ഞ. രാത്രി നിന്നെ ഞെരുക്കുന്ന വിഷയത്തെ ദൈവശക്തി ഒന്ന് മൂടും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആ വിഷയത്തെ നീ കാണത്തില്ല. ആ വിഷയത്തിന് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് പിന്നെ കാണാൻ പോകുന്നത്. ഒന്നുകൂടെ തുറന്നു പറഞ്ഞാൽ, നിന്നെ ഞെരുക്കുന്ന വിഷയത്തെ ഇന്ന് രാത്രി ദൈവം എടുത്തു കളയത്തില്ല, അതിനെ പൊട്ടിച്ച് കളയത്തില്ല, അതിനെ പിടിത് കളയത്തില്ല. അതിരിക്കുമ്പോൾ തന്നെ അതിനെ നന്മയാക്കിക്കൊണ്ട് അത് നിന്നെ ജയിക്കാതെ നീ അതിനെ ജയിക്കേണ്ടതിന് അറിവല്ല, പണമല്ല, ഉയരത്തിലെ ശക്തി നാലാമത്തെ രാത്രി നിന്റെ മേൽ ഇറങ്ങി വരുന്നുണ്ട്. തലമടിച്ചത് സ്വീകരിച്ച്
ജനത്തിന്റെ പോരുകളെ ജയിക്കാം, അവിശ്വാസത്തെ ജയിക്കാം, നിരാശകളെ ജയിക്കാം, വെല്ലുവിളികളെ ജയിക്കാം. ദൈവസഭയുടെ നിറവ് ദേശത്തിന്റെ പോരുകൾ, വ്യക്തികളുടെ പോരുകൾ നിന്നെ തളർത്താൻ നോക്കുന്നുണ്ടോ? അതിനെ ജയിക്കാൻ ദൈവശക്തി ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ്. പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയം അതെന്നെ വിട്ട് എന്താ അതെന്ന് പറയുമ്പോൾ തന്റെ ജഡത്തിൽ എന്തോ പ്രശ്നമുണ്ട്. അതെന്നെ വിട്ട് നീങ്ങണം, അതാണ് തന്റെ പ്രാർത്ഥനാ വിഷയം. അപ്പൊ അതെന്ന് പറയുന്നത് എന്താ? അതെന്നെ വിട്ട് നീങ്ങണം. ഏത് അത്? അപ്പൊ അതേതാ? 7-ാം വാക്യം വായിച്ച്. അതെന്നെ വിട്ട് നീങ്ങണമെന്ന് പറയുമ്പോൾ അതേതാ? താൻ എഴുതി വെച്ചിരിക്കുന്ന വെളിപ്പാടുകളുടെ ആധിക്യത. ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ എന്താ നമ്മേക്ക് നിറയ്ക്കാന്ന് പറഞ്ഞേ? ഓ, വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യനാണ് ആര്? പ്രാപിച്ച വെളിപ്പാടൊക്കെ ഭയങ്കരമാണ്. മരണത്തെ, അതാദ്യം ഞാൻ പറഞ്ഞല്ലോ, മരണത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട്, മനുഷ്യന്റെ ക്ഷണികതയെക്കുറിച്ചുള്ള വെളിപ്പാട്, വിവാഹത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, കുടുംബജീവിതത്തിന്റെ സമസ്ത ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട്, തിരുമേശയെക്കുറിച്ചുള്ള വെളിപ്പാട്, ദിവ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, ഇങ്ങനെ വെളിപ്പാടുകളുടെ കലവറയെ അദ്ദേഹം പ്രാപിച്ചത്. അസാധാരണ വെളിപ്പാടുള്ളൊരു മനുഷ്യനായിരുന്നു ആര്? രാത്രി പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ വെളിപ്പാട് നിന്റെ മേൽ പകരും. സ്തോത്രം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ എന്ത് തന്നിരിക്കുന്നു? ശൂലം. അപ്പൊ വെളിപ്പാടുള്ളവർക്ക് ശൂലം നല്ലതാണോ? പൗലോസാ പറഞ്ഞത് വെളിപ്പാടുകളെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടത് എനിക്ക് ജഡത്തിൽ എന്താ? ശൂലം. ഞാൻ പറഞ്ഞല്ല പൗലോസ് പറഞ്ഞ, വാസ്തു പറഞ്ഞല്ല പൗലോസ് പറഞ്ഞതാ. അപ്പൊ വെളിപ്പാടുള്ളവർക്ക് ശൂലം നല്ലതാണോ? ശൂലം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു പോരാട്ടം ഫീൽ ചെയ്തില്ലേ? അപ്പൊ ശൂലം എന്ന വാക്ക് മാറ്റാം. വെളിപ്പാടുള്ളവർക്ക്
കഷ്ടം നല്ലതാണോ? കഷ്ടമാണ്. പൗലോസ് പറഞ്ഞ വാക്ക് നിങ്ങൾ കണ്ടോ? വെളിപ്പാടുകളെ ആദിക്കെത്താൻ ഞാൻ അതെന്നെ വിട്ട് നീങ്ങണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. അപ്പൊ അതെന്ന് വിശേഷിപ്പിക്കുന്നത് എന്താ? അതിന് ഉത്തരമായത് വെളിപ്പാടുകളെ ആദിക്കെത്താൻ ഞാൻ നിഗളിച്ചു പോകാതിരിക്കണം. എനിക്ക് ജഡത്തിൽ എന്താ കഷ്ടത തന്നിരിക്കും. അപ്പൊ വെളിപ്പാടുള്ളവർക്ക് കഷ്ടം നല്ലതാണോ? ഇനി നിങ്ങളുടെ മറുപടി പ്രതീക്ഷിച്ചാൽ സമയം പോകുമ്പോൾ ഞാൻ തന്നെ പറയാം, വെളിപ്പാടുള്ളവർക്ക് കഷ്ടത നല്ലതാണ്. കഷ്ടരഹിത ക്രിസ്തീയ ജീവിതത്തെ വിഭാവനം ചെയ്യുന്ന പുത്തൻകൂറ്റ് തലമുറയ്ക്ക് ഒരു കനത്ത വെല്ലുവിളിയാണ് പൗലോസിന്റെ ഉജ്ജ്വലമായ പ്രയോഗം. 10 ക്രിസ്തീയ ജീവിതം എന്ന് പഠിപ്പിക്കുന്ന നവതലമുറയ്ക്ക് ഒരു വെല്ലുവിളിയാണ് പൗലോസിന്റെ പ്രയോഗം. വെളിപ്പാടുള്ളവർക്ക് ശോധന നല്ലതാണോ? ആണേ. വെളിപ്പാടുള്ളവർക്ക് ശൂലം നല്ലതാണോ? ആണേ. വെളിപ്പാടുള്ളവർക്ക് കഷ്ടത നല്ലതാണോ? ആണേ. കാരണം എന്നാ? വെളിവരുന്നു പോവുകയല്ല. വെളിപ്പാടുള്ളവർക്ക് ശോധന ഉണ്ടെങ്കിൽ അന്ത്യം വരെ അവരെ വെളിപ്പാട് നിൽക്കും. അവര് പറയും, സമാധാനത്തിന് എനിക്ക് എന്ത് ഭവിച്ചു? കയ്പ് ഭവിച്ചു. ചില ശോധനകൾ ദൈവം നിനക്ക് അനുവദിക്കുന്നത് നിന്റെ മേൽ പകർന്ന ദൈവകൃപയോട് കൂടെ ചില ശോധനകൾ നിനക്ക് ദൈവം അനുവദിക്കുന്നത് ആ ദൈവകൃപ നിമിത്തം നീ നിഗളിച്ച് കൃപ വിട്ടു പോകാതിരിക്കേണ്ടതില്ല. ദൈവകൃപയുള്ള നിനക്ക് ശോധന വരുമ്പോൾ പാടണം, ദോഷമായെത്തൊന്നും എന്റെ താപൻ എന്നോട് ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. പറഞ്ഞാട്ടെ. കഷ്ടനഷ്ടം ഏറി വന്ന ഭാഗ്യവാനായിരുന്നു ഞാൻ. കഷ്ടനഷ്ടം ഏറി വന്ന ഭാഗ്യവാനായി കൈയുയർത്തി. ഓ കഷ്ടമേറ്റ് കർത്താവോട് കൂട്ടാളിയായിരുന്നു ഞാൻ. കഷ്ടമേറ്റ് കർത്താവോട് അവരൊന്ന് പണിയേ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായിരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി ഭാഗ്യവാനായി. ഓ കഷ്ടമേറ്റ് കർത്താവോട് കൂട്ടാളിയായി. ഓ കഷ്ടമേറ്റ് കർത്താവോട് കൂട്ടാളിയായി. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ഓ എന്നെ അടിച്ചാലും അവനെന്നെ കഷ്ടമേറി വരുമ്പോൾ ഞാൻ തകരുകയല്ല, ഞാൻ ഭാഗ്യവാനാകുക. ആത്മീക ജീവിതത്തിൽ ഏറി വരുന്ന കഷ്ടം എന്നെ ആർക്ക് സമനാക്കുക? കഷ്ടമേറ്റ കർത്താവിനോട് കൂട്ടാളിയാക്കി മാറ്റുകയാണ്. ഒരു ഭക്തൻ ദൈവത്തിന്റെ സാന്ത്വനം അധികം അനുഭവിക്കുന്ന ശോധനകൾ നടുവില്ല. പ്രാണഭയം ചുറ്റിപ്പിടിച്ച് ഒരു മനുഷ്യൻ വിജനമായ സ്ഥലത്ത് തലയണയായി കല്ല് വെച്ചുറങ്ങുക. പേരറിയാലോ. ആ സമയത്ത് അയാൾ ഒരു കാഴ്ച കണ്ടു. സ്വർഗത്തോളം എത്തുന്ന. എന്റെ വീട്ടിൽ ഗോവേലിയുണ്ട്, പെരയുടെ മുകളിൽ കയറാൻ. ആ ഗോവേലിയുടെ പടി കഴിഞ്ഞ ദിവസം ഞാൻ എണ്ണി 12 പടിയേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലെ ഗോവേലിക്ക് 18 പടി കാണും. പക്ഷെ യാക്കോബ് കണ്ട ഗോവേലി സ്വർഗത്തോളം എത്തുന്ന ഗോവേലിയ. കഷ്ടതയുടെ നടുവിൽ അവൻ കണ്ട ഗോവേലി സ്വർഗത്തോളം എത്തുന്ന ഗോവേലിയ. എന്താ അതിന്റെ അർത്ഥം? നിന്റെ കഷ്ട
കഷ്ടതയിൽ നീയും സ്വർഗമുള്ള അകലം ഒരു ഗോവേണിയുടെ അകലമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്തതുണയാണ്. വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതെന്ന് ഈ ജഡത്തിലെത്ത് നിന്നു. വെളിപ്പാടുണ്ടോ? ശൂലം നല്ലതാണ്. കൃപയുണ്ടോ? ശൂലം നല്ലതാണ്. ചിലതൊക്കെ ദൈവം മനഃപൂർവ്വമായി അനുവദിക്കുന്നത് നീ അന്ത്യം വരെ അവനോട് ചേർന്ന് നിൽക്കാനാണ്. ഒരു നിമിഷം പോലും നീ അവനെ വിട്ടകരുന്നത് അവന് ഇഷ്ടമല്ല. ഒരു നിമിഷം പോലും അവന്റെ വഴി വിട്ട് നീ സഞ്ചരിക്കുന്നത് അവന് ഇഷ്ടമല്ല. ഒരു നിമിഷം പോലും നിന്റെ പലക് അവനെ വിട്ട് ദൂരത്ത് പോകുന്നത് അവന് ഇഷ്ടമല്ല. നിന്നോട് ചേർന്ന് നിൽക്കാൻ എപ്പോഴും അവൻ ആഗ്രഹിക്കുന്നു. നീ അവനോട് പറ്റി നിൽക്കാൻ എപ്പോഴും അവൻ ആഗ്രഹിക്കുന്നു. ഒരു സ്നേഹസമ്പന്നയായ അമ്മയുടെ മാറിൽ കുഞ്ഞൊട്ടി കിടക്കുന്ന പോലെ, കരുത്തനായ ഒരു പുരുഷന്റെ അരയിൽ കാച്ച ചേർന്നിരിക്കുന്ന പോലെ നിന്റെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തോട് നിന്റെ ആയുസിന്റെ അന്ത്യ നിമിഷം വരെ നീ ചേർന്ന് നിൽക്കാൻ അനുവദിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ അകന്നു പോകാതിരിക്കാനാണ് അവൻ ചില ശോധനകൾ നിനക്ക് തരുന്നത്. ഹല്ലേലൂയ പറഞ്ഞാലേ അതെന്നെ വിട്ട് നീങ്ങണം. അതെന്ന് പറയുന്നത് ജഡത്തിലെ ശൂലമാണ്, അല്ലെങ്കിൽ ജഡത്തിലെ കഷ്ടമാണ്. അപ്പൊ ജഡത്തിൽ ഭയങ്കര കഷ്ടം അനുഭവിച്ചൊരു മനുഷ്യനാണ് ആര്? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതിഭീകരമായ കഷ്ടം ജഡത്തിൽ നേരിട്ടൊരു മനുഷ്യനാണ്. അപ്പൊ നമുക്ക് ഒരു അത്ഭുതം തോന്നാം. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യമാണ് പൗലോസിന്റെ ജഡത്തിൽ കഷ്ടമോ. നമ്മുടെ കാര്യം പറയാം. ആരാ പൗലോസ്? 14 ലേഖനങ്ങൾ എഴുതി. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളുടെ ശബ്ദം കാതിൽ കേട്ടവൻ, ദൈവത്തിന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ച മർമ്മങ്ങളെ വ്യാഖ്യാനിക്കുവാൻ വരം ലഭിച്ചവൻ, ലോകത്തെ കീഴ്മേൽ മറിച്ചവൻ, ആലിക മുകളിൽ നിന്ന് ഉറങ്ങി താഴെ വീണ് കഴുത്തൊടിഞ്ഞ് ചത്ത യൂത്തിക്കോസിനെ ഒറ്റ പ്രാർത്ഥനയിൽ എഴുന്നേൽപ്പിച്ചവൻ, അതിശ്രേഷ്ഠ അപ്പോസ്തലൻ, കരുത്തനായിരുന്നെങ്കിലും ജഡത്തിലെത്തുണ്ട്. പൗലോസ് ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ പിടിച്ചിങ്ങോട്ടിരുത്തി മൈക്ക് മേടിച്ച് നിങ്ങൾ നോക്കിയിട്ട് പറയണം, തളരരുത്. പ്രാർത്ഥിക്കുന്ന നിന്റെ ശോധന നിന്റെ തകർച്ചയ്ക്കല്ല, അതിനകത്ത് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു പദ്ധതി മറഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ പ്രിയരെ ജയിക്കുന്നത് നമ്മെ ഞെരിക്കുന്ന പരിശോധനയ്ക്കകത്ത് മറഞ്ഞു കിടക്കുന്ന ദൈവപദ്ധതിയുടെ ആഴം കാണാൻ നമ്മുടെ കണ്ണ് തുറക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം വിജയിക്കുന്നത്. ആ കണ്ണ് തുറന്ന ദൈവമക്കളെ അതൊക്കെ വിട്ടു നിൽക്കണം. അത് ജഡത്തിലെ ശൂലം, ജഡത്തിലെ കഷ്ടം. ഈ പൗലോസിന്റെ ജഡത്തിലെ കഷ്ടത്തെ കുറിച്ച് 3 ആർഗ്യുമെന്റ്സുകൾ വേദപണ്ഡിതാക്കളുടെ ഇടയിലുണ്ട് കേട്ടോ. ഞാനൊന്ന് പറയാം. പൗലോസിന്റെ ജഡത്തിലെ കഷ്ടത്തെ പറ്റി 3 അഭിപ്രായങ്ങൾ. 1, കണ്ണ് സംബന്ധമായി തനിക്ക് പ്രശ്നമുണ്ട്. വെള്ളെടുത്തൊന്നല്ല കേട്ടോ. കണ്ണ് സംബന്ധമായി തനിക്ക് എന്തോ പ്രശ്നം. 2, ഉദര സംബന്ധമായി തനിക്ക് എന്തോ പ്രശ്നം. 3ാമത്തെ അഭിപ്രായം, കണ്ണിന് മാത്രമല്ല, ഉദരത്തിന് മാത്രമല്ല, ഉച്ച മുതൽ ഉള്ളക്കാലിന്റെ വെള്ളം വരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. ഈ 3 അഭിപ്രായമാണ് പൗലോസിന്റെ ജഡത്തിലെ കഷ്ടത്തെ കുറിച്ച് വേദവ്യാഖ്യാതാക്കളുടെ ഇടയിലുള്ളത്. ഞാൻ ആ ഭാഗം ഒന്ന് ധ്യാനിച്ചപ്പോഴേ ഒരു കൂട്ടർ പറയുന്നത് കണ്ണ് സംബന്ധമായി തനിക്ക് പ്രശ്നമുണ്ട്. കണ്ണ് സംബന്ധമായി തനിക്ക് പ്രശ്നമുണ്ടായത് എങ്ങനെ? അതിന് അടിവേര് നാമെന്ന് തേടി ഓടിയായി. ആ പ്രശ്നത്തിന്റെ കാരണം ദമസ്കോസിന്റെ പടിക്കലാണ്. എരിശിലേമിൽ പാർക്കുന്ന ദൈവമക്കൾക്കെതിരെ ഒരു വലിയ പീഡയുണ്ടായി. അന്ന് ദൈവമക്കൾക്കെതിരെ എന്തുണ്ടായി? ആ പീഡയിൽ അവിടെയുള്ള ദൈവജനം എന്ത് ചെയ്തു? ചിതറിപ്പോയി.
ചിതറിയവരെല്ലാം കൂടെ അവർ നല്ലൊരു സംഘം എവിടോട്ട് വന്നെന്നറിയാമോ? ദമസ്കസിലേക്ക്. അപ്പൊ അന്ന് പീഡയ്ക്ക് നേതൃത്വം നൽകിയ ശൗലിന് അറിവ് കിട്ടി. അവിടുത്തെ പീഡയിൽ ചിതറിയവരെല്ലാം എവിടുണ്ട്? അവിടെ നിന്ന് അവിടുത്തെ പള്ളിപുരോഹിതർക്ക് അധികാരപത്രം വാങ്ങി. പീഡ ഉണ്ടായ സ്ഥലത്ത് നിന്നും കുതിരപ്പുറത്ത് 6 ദിവസം യാത്ര ചെയ്ത് ഇടം കൈയിൽ കുതിര കടിഞ്ഞാൻ വലം കൈയിൽ എഴുതി കൊടുത്ത അധികാരപത്രം പിടിച്ച് 6 ദിവസം യാത്ര ചെയ്തുകൊണ്ട് എവിടേക്ക് വരികയാണ്? വരവിന്റെ ലക്ഷ്യമല്ല. അവിടുത്തെ പീഡയിൽ ചിതറി നിങ്ങൾ ദമസ്കോസിൽ പാർക്കുന്നുവെങ്കിൽ അവിടെയും ഞാൻ നിങ്ങളെ ഉറപ്പിക്കത്തില്ല. ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്തോണേ. ഒരിടത്തും നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് ശത്രു നിനക്കെതിരെ വാദിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വചനം നിന്നോട് ഇടപെടുകയാണ്. ദൈവം നിന്നെ ഉറപ്പിക്കുന്നവനാണ്. ദൈവത്തെ സ്തുതിച്ചാണ്. ഒരിടത്തും നിന്നെ ഉറപ്പിക്കത്തില്ല, ഒരിടത്തും നിന്റെ തലമുറയെ ഉറപ്പിക്കത്തില്ല, ഒരിടത്തും നിന്റെ കുടുംബത്തെ ഉറപ്പിക്കത്തില്ല. ഇന്ന് രാത്രി ശത്രു വാദിക്കുമ്പോൾ വചനം ഇന്ന് രാത്രി നിന്നോട് ഇടപെടുകയോ. ദൈവം നിന്നെ ഉറപ്പിക്കുന്നവനാണ്. ആ കൈകളടിച്ചാൽ ഊതമേറ്റെടുത്തത് ദൈവത്തിനെ ഉറപ്പിക്കുന്നവനാണ്. ദൈവത്തിന്റെ തലമുറയെ ഉറപ്പിക്കുന്നവരാണ്. ദൈവത്തിന്റെ ഭാവിയെ ഉറപ്പിക്കുന്നവരാണ്. ദൈവത്തിന്റെ ശുശ്രൂഷയെ ഉറപ്പിക്കുന്നവരാണ്. ദൈവത്തിന്റെ കുടുംബത്തെ ഉറപ്പിക്കുന്നവരാണ്. ദൈവത്തെ സ്തുതിച്ചോ. നോഹയുടെ പെട്ടകത്തെ ഒരരാറത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ച പോലെ 2025 2026 എന്റെ ദൈവം നിന്നെ ഉറപ്പിച്ചു. നിന്റെ കുടുംബത്തെ ഉറപ്പിച്ചു. നിന്റെ ഭാവിയെ ഉറപ്പിച്ചു. നിന്റെ തലമുറയെ ഉറപ്പിച്ചു. നിന്റെ ശുശ്രൂഷയെ ഉറപ്പിച്ചു. ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ നാം സേവിക്കുന്നവൻ നമ്മെ ഉറപ്പിക്കുന്നവനാണ്. പത്രം വാങ്ങി 6 ദിവസം യാത്ര ചെയ്ത് ദമസ്കസ് അടുക്കാറായപ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം മാറിയെന്ന ചരിത്രപാഠത്തിൽ വായിച്ച് പുള്ളിയുടെ മുഖഭാവം മാറി. ഈ അധികാരപത്രത്തിലേക്ക് നോക്കുമ്പോൾ പുള്ളി പറയും, അവിടുത്തെ പീഡയിൽ ചിതറി ദമസ്കോസിൽ പാർക്കുന്ന ദൈവജനത്തെ ഈ അധികാരപത്രം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇളക്കും. ദമസ്കോസിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മാറി. മുഖം ചെന്നായുടെ മുഖമായി. ശരിക്കും യഹൂദ ഗോത്രമല്ലേ? ആ ഗോത്രത്തിന്റെ പ്രത്യേകത, ബെന്യാമിൻ ഗോത്രമല്ലേ? ബെന്യാമിൻ ഗോത്രത്തിന്റെ പ്രത്യേകത എന്താണ്? കടിച്ചു കീറുന്ന ചെന്നായി. ആരെ കടിച്ചു കീറാനാ? ശൗര്യം കൊണ്ടവനായിട്ട് ശൗൽ ദമസ്കോസിലേക്ക് വരുന്നത്. അവിടുത്തെ പീഡകൾ ചിതറി ദമസ്കോസിൽ പാർക്കുന്ന ക്രിസ്തുമാർഗക്കാരെ കടിച്ചു കീറി ഇല്ലാതാക്കാൻ ശൗര്യം കൊണ്ട് അവൻ ദമസ്കോസിലേക്ക് വരുമ്പോൾ ആ ശൗര്യമുള്ള ചെന്നായെ നേരിടാൻ ദമസ്കോസിന്റെ പടിക്കൽ ഒരുവൻ നിൽപ്പുണ്ട്. അത് മറ്റൊരു ചെന്നായല്ല, യഹൂദ ഗോത്രത്തിന്റെ ബാലസിംഹമാണ്. നാം അറിയാതെ നമ്മെ തകർക്കാൻ ശത്രു അണിയറയിൽ പദ്ധതി ഒരുക്കുമ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരുവനുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യുദ്ധം ദൈവത്തിനുള്ളതാ. കരമടിച്ച് ദൈവത്തിനെ ആരാധിച്ച് യുദ്ധം ദൈവത്തിനുള്ളതാ. നീ ശത്രു പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. നീ അറിയാതെ നിനക്ക് വേണ്ടി ഇറങ്ങുമെന്ന് യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. യുദ്ധം ദൈവത്തിനുള്ളതാണ്. ദമസ്കോസിന്റെ പടിക്കലെത്തിയപ്പോൾ ആ ബാലസിംഹം ശൗര്യം കൊണ്ട് ചെന്നായി അറ്റായിക്കുന്നത് എങ്ങനെയാ? നട്ടുച്ച നേരത്ത് കോടി സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശം മുഖത്തടിച്ച് തലയ്ക്ക് ചുറ്റും മിന്നി. ആ പ്രകാശകിരണത്തിന്റെ പ്രത്യാഘാതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ ദമസ്കോസിന്റെ പടിക്കൽ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. മഴവില്ല് പോലെ ആ വഴി വളഞ്ഞു കിടക്കുമ്പോൾ ഉദിച്ച പ്രകാശത്തിന്റെ മറവിൽ നിന്നും ഒറ്റ വിളിയ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ആ പാവങ്ങളെ ഉപദ്രവിക്കുന്നത് എന്തെന്നല്ല, പിന്നെ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? സ്തോത്രം. എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? എന്റെ മക്കളെ തൊട്ടാൽ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് തൊടുന്നതിന് തുല്യമാണ്. നാം അശരണരല്ല, അനാഥരല്ല. നമുക്ക് വേണ്ടി ചോദിക്കാൻ ഇന്ന് രാത്രി ഒരുവനുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ.
നീ ഒറ്റയ്ക്കല്ല. നീ ചിന്തിക്കും ചിലപ്പോ നീ ഒറ്റയ്ക്ക. നീ ചിന്തിക്കും ചിലപ്പോ നിനക്ക് ആരുമില്ല. നീ ഒറ്റയ്ക്കല്ല. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ അറിയാതെ നിനക്കൊന്നും ഭവിക്കയില്ല. നീ എന്നെ ഉപദ്രവിക്കുന്നതുണ്ട്. ചാടി എഴുന്നേറ്റ പുള്ളിക്ക് കണ്ണിന് കാഴ്ച, മുഖത്തടിച്ച പ്രകാശകിരണത്തിന്റെ പ്രത്യാഘാതം കൊണ്ട് കണ്ണിന്റെ കാഴ്ച പോയി. പക്ഷെ കണ്ണിന്റെ കാഴ്ച പോയതല്ല വിഷയം, മുഴങ്ങിയ വിളിയ വിഷയം. ഈ നാലാമത്തെ രാത്രി ജഡത്തിന്റെ ക്ലേശം കാര്യമാക്കാതെ മുഴങ്ങുന്ന ദൈവശബ്ദത്തിന് കാതു തുറന്ന നമ്മുടെ ചരിത്രത്തെ മാറ്റാൻ കരുത്തുള്ള ശബ്ദമാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ ആ ശബ്ദം തിരിച്ചു പറഞ്ഞു. ഇയാൾ ചോദിച്ചു, നീ ആരാ കർത്താവേ? അപ്പൊ ആ ശബ്ദം തിരിച്ചു പറഞ്ഞു, ഞാൻ നീ ഉപദ്രവിക്കുന്ന. പിന്നീട് നടന്ന കാര്യം നമുക്കറിയാം. അവിടുന്ന് ആ ശബ്ദം മോനോട് പറഞ്ഞു, നീ അനന്യാസിന്റെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. അനന്യാസിന്റെ വീട്ടിൽ യൂദായുടെ വീട്ടിലോട്ട് പോകാൻ. യൂദായുടെ വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അന്യാസിനെ ദൈവം അവിടെ കഴിച്ചു. അന്യാസ് ഒരു ആത്മനിയോഗത്തോടെ വന്നയാളുടെ തലയെ കൈവച്ചപ്പോൾ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ എന്തോ അടന്നു വീണു. കണ്ണിന് കാഴ്ച കിട്ടി. കണ്ണിന് കാഴ്ച കിട്ടിയെങ്കിലും ചിന്തകർ പറയുന്നത് ദമസ്കോസിന്റെ പടിക്കൽ അന്ന് മുഖത്തടിച്ച പ്രകാശകിരണത്തിന്റെ പ്രത്യാഘാതത്താൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ കണ്ണിന് എന്തുണ്ടായി? അസ്വസ്ഥതയുണ്ടായി. അതിനെ ജഡത്തിലെ കഷ്ടമായി ചിത്രീകരിക്കുന്നു ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ പറയുന്നത് കണ്ണിന് മാത്രമല്ല, ഉദര സംബന്ധമായ അസ്വസ്ഥത. എപ്പോഴാണ് ഉദര സംബന്ധമായ അസ്വസ്ഥത ഉണ്ടാകുന്നത്? ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് ഉദരത്തിൽ എന്തുണ്ടാകുന്നത്? അസ്വസ്ഥത ഉണ്ടാകുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം പട്ടിണി കിടന്നത് ചില്ലറയാണോ? നല്ല ചോരത്തളപ്പുള്ള പ്രായത്തിൽ കർത്താവിന്റെ വേലിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടെ ഭക്ഷണം കഴിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? നല്ലൊരു സമയവും പട്ടിണിയായിരുന്നു. അത് അദ്ദേഹം പറയുന്നുണ്ട്. പലവട്ടം പട്ടിണി, പലവട്ടം പൈതാഹം, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, കൂട്ട് സഹോദരങ്ങളാലുള്ള ആപത്ത്, കോലുകൊണ്ടുള്ള അടി, കാരാഗൃഹവാസം, പലവട്ടം. അപ്പൊ നല്ല പ്രായത്തിൽ കർത്താവിന്റെ സേവ നിമിത്തം ഒരുപാട് പട്ടിണി കിടന്നവ പട്ടിണിയുടെ പ്രത്യാഘാതമായി വാർദ്ധക്യത്തോടെടുത്തപ്പോൾ ഉദര സംബന്ധമായ അസ്വസ്ഥത ഉണ്ടായി. ആ അസ്വസ്ഥതയെ തന്റെ ജഡത്തിലെ കഷ്ടമായി ചിത്രീകരിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഇനി മറ്റൊരു ഗ്രൂപ്പിന്റെ അഭിപ്രായം കണ്ണിന് മാത്രമല്ല, ഉദരത്തിന് മാത്രമല്ല, മേലാപാത ചൂടം അസ്വസ്ഥയ. കാരണം നല്ല പ്രായത്തിൽ കർത്താവിന്റെ നാമനിമിത്തം ഒരുപാട് ഉപദ്രവങ്ങളേറ്റ ഒരാളാണ് ആര്? ഒരു വെളിച്ചപ്പാടത്തിയുടെ മേൽ ബാധിച്ച ദുരാത്മാവിനെ ശാസിച്ചപ്പോൾ കിട്ടിയത് പൈസയല്ല, അടുത്ത മീറ്റിംഗിൽ ഡേറ്റ് അല്ല, പട്ടണത്തിൽ കൊണ്ട് മുക്കാലി കുടിച്ചു വാറുകൊണ്ട് പുറം അടിച്ച് തകർത്ത് കാരാഗ്രഹത്തിൽ കൊണ്ട് അടച്ചിട്ടു. അങ്ങനെ കർത്താവിന്റെ സേവനനിമിത്തം ഒരുപാട് ഉപദ്രവങ്ങൾ. ചോരയ്ക്ക് തലപ്പുള്ള പ്രായത്തിൽ ഏറ്റ ഉപദ്രവങ്ങളുടെ വേദന മാറി കേരളം മറഞ്ഞു കിടന്നു. വാർദ്ധക്യത്തോടടുത്തപ്പോൾ ആ കേടെല്ലാം ശരീരത്തിൽ വേദനയായി ഇളകി വന്നു. ഇപ്പൊ പണ്ടത്തെ പോലെ ഓടാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ അധ്വാനിക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. നേരെ ആപാത ചൂടും വല്ലാത്ത അസ്വസ്ഥതയാ. കൂടാതെ സാത്താന്റെ ദൂതൻ കൂത്തുകയും ചെയ്യുന്ന അദ്ദേഹം പറയുന്നത്. ഒരു നിലയിലും മുൻപോട്ട് മുന്നേറുവാൻ കഴിയാതായപ്പോൾ കൂടാരത്തിന്റെ ഉള്ളിൽ മുട്ടുകുത്തി 3 വട്ടം ദൈവത്തോട് പറഞ്ഞു, അപ്പാ അതെന്നെ വിട്ടൊന്ന് മാറണം. എന്തിനാ? പൗരോഷണി സാക്ഷ്യം പറയാനല്ല, എവിടെയെങ്കിലും ഞാൻ ദൈവം എന്നെ സൗഖ്യമാക്കിയെന്ന് സാക്ഷ്യം പറയാനല്ല, എന്റെ ജഡത്തിലെ ആ ക്ലേശം എന്നെ വിട്ടൊന്ന് മാറണം. എന്തിനാ? കഴിഞ്ഞ നാളിൽ നിനക്ക് വേണ്ടി ഓടിയതുപോലെ ശക്തമായി ഓടാൻ എന്റെ ജഡത്തിലെ ക്ലേശം എന്നെ വിട്ടൊന്ന് മാറണം. അവന്റെ പ്രാർത്ഥന കേട്ട ദൈവം അവന് കൊടുത്ത മറുപടി അവൻ സ്വപ്നം കാണാത്ത മറുപടിയാ. ജഡത്തിലെ ക്ലേശം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച പൗലോസ് ആഗ്രഹിച്ചത് ഒരു തകർപ്പൻ രോഗസൗഖ്യമാണെങ്കിൽ പ്രാർത്ഥന കേട്ട ദൈവം കൊടുത്തത് രോഗസൗഖ്യമല്ല, മരിച്ചവന്റെ കൃപയാണ്, അവന്റെ ശക്തിയാണ്. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ 2026 നീ സ്വപ്നം കാണാത്ത ഒരു മറുപടി നിന്റെ കരത്തിൽ ദൈവം തരാൻ പോലെയാണെന്ന് വിശ്വസിക്കുന്ന ദൈവർക്ക് ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ച് ആത്മാവിൽ ബലപ്പെട്ട് ശാസിക്കുന്നു, ശാസിക്കുന്നു, സത്വത്തെ ശാസിക്കുന്നു. ദൈവ
കൊണ്ടുപോത്തി ഓടിവട്ടം കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ പറഞ്ഞു വിട്ടു. ജഡത്തിലെ ക്ലേശം വിട്ടുമാറാൻ പ്രാർത്ഥിച്ചവൻ ആഗ്രഹിച്ചതൊരു നല്ല രോഗസൗഖ്യമാണ്. പക്ഷെ പ്രാർത്ഥന കേട്ടത് കൊടുത്തത് രോഗസൗഖ്യമല്ല, കൃപയാ. കഴിഞ്ഞ നാളത്തേക്കാൾ അപ്പുറമായി വാക്യത വീര്യത്തോടെ എനിക്ക് വേണ്ടി മോനെ പൗലോസെ നിനക്ക് ഓർണമെങ്കിൽ നിനക്ക് വേണ്ടിയത് നൈമിഷികമായ ഒരു രോഗസൗഖ്യമല്ല, നിനക്ക് വേണ്ടിയത് അതിനപ്പുറം എന്റെ കൃപയും ശക്തിയുമാണ്. രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചവന്, ജഡത്തിലെ ക്ലേശം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചവന് തമ്പുരാൻ കൊടുത്ത മറുപടി കൃപയാണെങ്കിൽ, ശക്തിയാണെങ്കിൽ, നിന്റെ വിഷയം എന്ത് തന്നെയാണെങ്കിലും ദൈവത്തിൽ ഇന്ന് രാത്രി തരാനൊരു മറുപടിയുണ്ട്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി. രോഗിയാണോ, ഞെരുക്കത്തിലാണോ, ദൈവം പറയുന്നു എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിനക്ക് മതി. ദൈവത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി ചെറുത് ചെയ്യാൻ കഴിയുമെന്ന്, ദൈവത്തിന്റെ കൃപയ്ക്ക് നിനക്ക് വേണ്ടി ചെറുത് ചെയ്യാൻ കഴിയുമെന്ന്. എന്റെ കൃപ നിനക്ക് മതി. അപ്പൊ തന്റെ ഭയങ്കരമാകുന്ന ബലഹീനതയിലെ ദൈവത്തിന്റെ കൃപ അങ്ങോട്ട് അധികമായി കൊടുത്തപ്പോൾ പുള്ളി പ്രതികരിച്ചത് കണ്ടോ? ഇപ്പൊ വരെ ബലഹീനത മാറാൻ പ്രാർത്ഥിച്ച പുള്ളി പ്രതികരിക്കുന്നുണ്ട്. ആഹാ, അങ്ങനെയെങ്കിൽ നിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ സന്തോഷത്തോടെ എന്ത് ചെയ്യും? എന്റെ ബലഹീനതകൾ പ്രശംസിക്കുന്നു. കാരണം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ആരാ? ശക്തനാ. ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ശക്തനാകുന്നത്? ബലഹീനനാകുന്നതോറും കൃപ എന്റെ മേൽ പകരുക. ആമേൻ. ആ കൃപ ബലഹീനതകളുടെ നടുവിൽ എന്നെ ശക്തനാക്കുകയാ. നിന്റെ സകല ബലഹീനതകളുടെ നടുവിലും നിന്നെ ശക്തനാക്കി നിവർത്തി നിർത്താൻ നിന്റെ മേൽ പകരുന്ന ദൈവകൃപയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ പറ, അവിടുത്തെ കൃപ കൊണ്ട് ഇന്ന് രാത്രി എന്നെ നിറയ്ക്കണം. അതുകൊണ്ട് ഞാൻ ബലഹീനത കൈയേറ്റ ബുദ്ധിമുട്ടുപദ്രവഞ്ചരിക്കും എല്ലാം സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ആരാണ്? ശക്തനാണ്. കണ്ണുകളും നടച്ചാട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. നമുക്കൊരു പാട്ട് എഴുന്നേൽക്കുന്നു. എല്ലാവരും തലസ്ഥാനങ്ങൾ എഴുന്നേൽക്കാം. കൃപയേറും കർത്താവിന്റെ വിശ്വാസം. ആ പാട്ടെടുത്ത് ഒരുമിച്ച് കൈവച്ച് പാടാം. അതിനാൽ ഹൃദയം നല്ല ആശ്വാസം, ദുരിതം നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമെന്ന പാട്ട് ഒന്നിച്ച് പാടി രാത്രി ദൈവത്തെ ആരാധിക്കുക. പിതാവേ, ഞങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവകൃപയ്ക്കായി, ഞങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവശക്തിക്കായി ഇന്ന് രാത്രി മക്കളെ അനുഗ്രഹിക്കുന്നു. ഈ വചനം അവരുടെ ആത്മീയ ഞരമ്പുകൾക്ക് അവരുടെ അകത്തെ മനുഷ്യ ശക്തിയായി ഈ വചനത്തിന് മുമ്പിൽ അടയേണ്ടത് അടയട്ടെ, മാറേണ്ടത് മാറട്ടെ, മൂടേണ്ടത് മൂടിപ്പോകട്ടെ, കെട്ടപ്പെടേണ്ടത് കെട്ടപ്പെട്ടു പോകട്ടെ, തിരിഞ്ഞു പോകേണ്ടത് തിരിഞ്ഞു പോകട്ടെ, പുറത്തു വരേണ്ടത് പുറത്തു വരട്ടെ, തകരേണ്ടത് തകർന്ന് മാറട്ടെ. വചനത്തിന്റെ വെളിപ്പാട് ഇന്ന് രാത്രി വ്യാപരിക്കുന്ന വിടുതലുകൾക്കായി ജനത്തെ അനുഗ്രഹിക്കുന്ന ചേർന്ന് പാടിയ